ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ ഒരു വേൾടെക്കിന് ഒരു കാർ സ്റ്റീരിയോ ആണ്. നിലവിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സപ്ലൈ കൊടുത്തിട്ട് ഓൺ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിലവിൽ സപ്ലൈ ഓൺ ആക്കിയിട്ടുണ്ട്. നിലവിൽ അനക്കമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് അഴിച്ചു നോക്കാം. ഈ കണക്ടർ കംപ്ലീറ്റ് തുരുമ്പാണ് ഇതിൻ്റെ അകത്ത്. കംപ്ലീറ്റ് തുരുമ്പ് അതിൻ്റെ അകത്ത്. ഈ കണക്ടർ അയച്ചിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. കണക്ടറിനകത്ത് ഫുള്ള് തുരുമ്പാണ്. ഈ സെയിം കണക്ടർ കിടപ്പില്ല. അപ്പം തൽക്കാലം സപ്ലൈയുടെ 3 വയറിട്ട് കൊടുക്കാം. ബാറ്ററി ഗ്രൗണ്ട്, ബാറ്ററി പോസിറ്റീവ്, സ്വിച്ചിൻ്റെ കൂടെ ICC-യുടെ ലൈന് സ്വിച്ചിന് സോൾട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ബാക്കിൽ ബോർഡിൽ നിന്ന് സോൾട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്തൊന്ന് വർക്ക് ചെയ്യാം. വയർ സോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രൗണ്ട്, കപ്പാസിറ്ററിൻ്റെ ഗ്രൗണ്ട്. ഇത് ഫ്യൂസിലേക്കുള്ള പോസിറ്റീവ് ലൈനാണ്. ബാറ്ററി ഇതാണ് ACC ലൈൻ വരുന്നത്. ഇത് ഹോളില്ലാത്തതുകൊണ്ട് സോൾഡിങ് വെച്ച് ഹീറ്റ് ചെയ്തിട്ട് ഹോളിടാം. അത്ര കെട്ടുമ്പോൾ ഇട്ട് കൊടുക്കാം. ഞാൻ വയർ വലിച്ചു പറിച്ച് ബോർഡൊന്ന് പറഞ്ഞു പോകരുത്. അതുകൊണ്ട് ഒരു കെട്ട് ഇട്ടിട്ടുണ്ട്. ആ കണക്ടർ വേറെ മാറ്റി വെക്കാൻ കിടപ്പില്ലാത്തതുകൊണ്ടാണ് പിന്നെ വയറിട്ട് വിട്ടേക്കുന്നത്. സ്പീക്കർ ലൈൻ്റെ സോക്കറ്റ് നിലവിൽ തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി സപ്ലൈയുടെ മാത്രമേ പ്രശ്നമുള്ളൂ. ഇതൊന്ന് കയറ്റി വെച്ചൊന്ന് കണക്ട് ചെയ്ത് ഓണാക്കി നോക്കാം.
സപ്ലൈ കൊടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ചെറിയ ഷോട്ടിങ് എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് IC പോയതാണ്. ഓൾറെഡി അവന്മാർ കത്തിച്ചും വെച്ചേക്കുവാണ്. IC പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. വയറെല്ലാം കണക്ട് ചെയ്തിട്ട് സപ്ലൈ കൊടുത്തപ്പോഴത്തേക്ക് ഷോട്ടിങ് കാണിക്കുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് IC പോയിരിക്കുന്നത്. അപ്പോൾ IC കൂടെ റീപ്ലേസ് ചെയ്താലേ ബാക്കി കംപ്ലയിൻറ്റ് തീരുള്ളൂ. അപ്പോൾ അതും കൂടെ പറിച്ച് കളഞ്ഞിട്ട് വേറെ ഇടാം. ICയുടെ ലെഗെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ IC കയറ്റിയിടുന്നതിന് മുന്നേ ഒന്ന് ഓണാക്കി നോക്കിയേക്കാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. വർക്ക് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ IC ഇട്ടാൽ മതിയല്ലോ. സപ്ലൈ ഓണാക്കാം. സെറ്റ് നിലയിൽ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ എന്ന് വെച്ചാൽ ഓൺ ആയിട്ടുണ്ട്. ഇനി ODIC ഇട്ട് കൊടുക്കണം. ODIC ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സപ്ലൈ കണക്ടർ സോക്കറ്റെല്ലാം പോയതായിരുന്നു. സെറ്റെല്ലാം ഓൺ ആയിട്ടുണ്ട്. ഇനി ODIC ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ODIC കിട്ടുമെന്ന് ചെക്ക് ചെയ്യാം. IC എല്ലാം മാറ്റി ഹീറ്റ്സിങ് കോമ്പൗണ്ടൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യമേ കണ്ടപ്പോൾ കണക്ടർ പിന്നെ തുരുമ്പ് കണ്ടു. സപ്ലൈ കൊടുത്തപ്പം ഷോട്ടിങ്ങും കാര്യങ്ങളും വർക്കിങ്ങും ഒന്നുമില്ല. അപ്പോഴത്തേക്ക് കണക്ടറിന് വയറിലായിട്ട് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഷോട്ടിങ് കണ്ടു. നോക്കിയപ്പോൾ IC പോയിട്ടുണ്ട്. ഇപ്പോൾ IC നിലവിൽ മാറ്റിയിട്ടുണ്ട്. TD 7388 IC വരുന്നത്. IC മാറ്റിയിട്ടു. ഇനി എന്തായാലും ഒന്ന് സപ്ലൈ കൊടുക്കും. എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ട് സപ്ലൈ കൊടുത്തൊന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വേറെ ചടങ്ങ് കാണിക്കേണ്ട കാര്യമില്ല. ആദ്യം ഒരു അനക്കവും ഇല്ലായിരുന്നു. കണക്ടർ ചെക്ക് ചെയ്തപ്പോൾ തുരുമ്പ് കണ്ടു. കണക്ടറിന് പകരം വയറിട്ട് കൊടുത്തു. അന്നേരമാണ് ശരിക്കും ഷോട്ടിങ് ഉണ്ടെന്ന് കാണുന്നത്. എന്തായാലും സപ്ലൈ കൊടുത്തൊന്ന് വർക്ക് ചെയ്യാം. സെറ്റ് നല്ല ഓൺ ആയിട്ടുണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.